ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പ്ലാറ്റോയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, അതുപോലെ അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറുമായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് ആൻഡ് മിമറ്റിക് ആർട്ട്. മിമറ്റിക് എന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് ഇമിറ്റേഷൻ എന്നുള്ളതാണ്. ആർട്ട് എന്നതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലിറ്ററേച്ചർ, ഡ്രോയിങ്, പെയിൻറ്റിങ് എക്സെട്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ പ്ലാറ്റോൻ്റെ ആർട്ടിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ജനറലായിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പോയട്രി, ഡ്രാമ ഇവ രണ്ടിനും ഒന്ന് സ്പെസിഫിക് ആയിട്ട് കൂടി പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പോയട്രി, ഡ്രാമ എന്നിവയെക്കുറിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസപ്രൂവൽ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിന് രണ്ടിനും നല്ല രീതിയിൽ തന്നെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അറ്റാക്ക് ഓൺ പോയട്രി എന്ന ഭാഗത്ത് അതിൻ്റെ സബ് ഹെഡിങ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ പോയട്രിയെ എന്തെല്ലാം കാരണം കൊണ്ടാണ് അദ്ദേഹം ഡിസപ്രൂവൽ ചെയ്തത് എന്നുള്ളതാണ് പോയറ്റിക് ഇൻസ്പിറേഷൻ, ദ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി, ഇറ്റ്സ് നോട്ട് മോറൽ ക്യാരക്ടർ. ഡ്രാമ എന്ന് പറയുന്നത് പോയട്രിയെ പോലെ തന്നെയാണ്, പോയട്രിയെ കീഴ്പ്പെടുന്ന ഒന്ന് ആയതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 ഡിസപ്രൂവലും ഡ്രാമക്കും അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള 3 എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്പീൽ ടു ബേസർ ഇൻസ്റ്റിങ്ക്റ്റ്, എഫക്റ്റ് ഓഫ് ഇമ്പേഴ്സണേഷൻ, ട്രാജിക് ആൻഡ് കോമിക് പ്ലഷർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഡിക്ലൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്ലാറ്റോയുടെ ടീച്ചറായിട്ടുള്ള സോക്രട്ടീസിന് അവിടുത്തെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഈ സമയം നമ്മുടെ പ്ലാറ്റോയ്ക്ക് 21 വയസ്സായിരുന്നു. അത് അവരെ സാരമായിട്ട് തന്നെ ബാധിക്കുകയുണ്ടായി. നമ്മുടെ സോക്രട്ടീസ് തൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിരുന്നത് അവിടെ നിലനിന്നിരുന്ന സാമൂഹിക ക്രമത്തെ ചോദ്യം ചെയ്യാൻ മാത്രമായിരുന്നു. സോക്രട്ടീസ് യൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയലോജിക് ആയിരുന്നു. എന്താണ് ഡയലോജിക് മെത്തേഡ്? ദ ഡയലോജിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻവോൾവ്സ് ഓൺഗോയിങ് ടോക്ക് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്, നോട്ട് ജസ്റ്റ് ടീച്ചർ പ്രസൻറ്റേഷൻ. ഇവിടെ നമ്മുടെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്, അല്ലാതെ ഇവിടെ ടീച്ചർ പ്രസൻറ്റ് ചെയ്യുക മാത്രമല്ല. ഇപ്പം നമ്മുടെ ക്ലാസ്സിങ് മെത്തേഡ് രീതി എന്ന് പറയുന്നത് ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അവർ നമുക്ക് എടുത്തു തരുന്നു, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സോക്രട്ടീസിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് സോക്രട്ടീസും തൻ്റെ സ്റ്റുഡൻസും പരസ്പരം ഡിബേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ഡയലോജിക് എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം കുട്ടികളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു കാര്യത്തെ പറ്റിയിട്ട് അവരുടെ അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാറ്റോ ഈ ഒരു മെത്തേഡാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ യൂസ് ചെയ്തിരുന്നത്. പ്ലാറ്റോയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ബുക്കാണ് ഡയലോഗ്സ് എന്ന് പറയുന്നത്. ഈ ഡയലോഗ്സ് എന്ന പുസ്തകം മുഴുവൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോമിലാണ്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ചീഫ് എന്ന് പറയുന്നത് നമ്മുടെ സോക്രട്ടീസ് ആണ്. നമ്മളിത് വീണ്ടും ആദ്യത്തെ സ്ലൈഡിലോട്ട് പോവുകയാണ്. ഫൗണ്ടർ ഓഫ് ദ അക്കാഡമി ആണ് പ്ലാറ്റോ. അതായത് അക്കാഡമി എന്ന് പറയുന്നത് ആൻ അക്കാഡമിക് പ്രോഗ്രാം വിച്ച് മെനി കോൺസിഡർ ടു ബി ദ ഫസ്റ്റ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ആദ്യത്തെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടറാണ് നമ്മുടെ പ്ലാറ്റോ. എന്താണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര്? അക്കാഡമി. ദെൻ പ്ലാറ്റോണിസം. പ്ലാറ്റോയുടെ ഫിലോസഫി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് അറിയപ്പെടുന്ന പേരാണ് പ്ലാറ്റോണിസം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ പ്ലാറ്റോയുടെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ദ റിപ്പബ്ലിക് ആണ്. നമ്മുടെ തിയറി ഓഫ് ഐഡിയാസ്, അതുപോലെ തന്നെ അദ്ദേഹം പോയിട്രിയെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ റിപ്പബ്ലിക് എന്ന ബുക്ക് 10 അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ഇൻ യൂറോപ്പ് ബിഗിൻസ് വിത്ത് ദ റൈറ്റിംഗ്സ് ഓഫ് പ്ലാറ്റോ. Plato didn't speak particularly about literature, but he spoke about art in general, as literature in art, like painting, sculpture, etc. Then let's understand Plato's views on art in general before moving into poetry and drama in specific. Theory of ideas and mimetic art.
പ്ലാറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസുമായിട്ട് കണക്റ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓഫ് ആർട്ട് ഓർ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് തിയറി ഓഫ് ഐഡിയാസ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിൽ പറയുന്നത് ഐഡിയ ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ട്രൂത്ത് എന്ന് പറയുന്നത് ആശയങ്ങളാണ്, ഐഡിയാസാണ് എന്നുള്ളത്. എല്ലാ വസ്തുക്കളും അവയുടെ ഒരു പ്രാക്ടിക്കൽ ഷേപ്പിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൈൻഡിൽ ആദ്യം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയാസാണ്. അങ്ങനെ വരുമ്പോൾ ഐഡിയയിൽ നിന്നുമാണ് ഓരോ തിങ്സും ഉണ്ടാകുന്നത്. എല്ലാത്തിൻ്റെയും ആദ്യം ഉണ്ടാകുന്നത് ഐഡിയ ആണ്. ഉണ്ടാക്കുന്ന ആ വസ്തു ആ ഐഡിയയുടെ ജസ്റ്റ് കോപ്പി മാത്രമാണ്. ഇനി നമുക്കൊന്ന് വായിക്കാം. പ്ലാറ്റോസ് വ്യൂസ് ഓഫ് ആർട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. ഫസ്റ്റ് പോയിൻ്റ് ഓക്കെ ആണല്ലോ. തിയറി ഓഫ് ഐഡിയാസുമായിട്ട് കണക്റ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓഫ് ആർട്ട്. ഇൻ ഹിസ് റിപ്പബ്ലിക് പ്ലാറ്റോ സേസ് ദാറ്റ് ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഐഡിയ ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. തിങ്സ് ആർ കൺസീവ്ഡ് ആസ് ഐഡിയാസ് ബിഫോർ ദേ ടേക്ക് പ്രാക്ടിക്കൽ ഷേപ്പ് ആസ് തിങ്സ്. എല്ലാ വസ്തുക്കളും അവയുടെ പ്രാക്ടിക്കൽ ഷേപ്പിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഐഡിയാസാണ് ആദ്യം ഉണ്ടാകുന്നത്. ദ ഐഡിയ ഓഫ് എവറിത്തിങ് ഈസ് ഒറിജിനൽ പാറ്റേൺ. എല്ലാ വസ്തുവിൻ്റെയും ഏതൊരു കാര്യത്തിൻ്റെയും ഐഡിയ എന്ന് പറയുന്നതുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒറിജിനൽ പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ തിങ് എന്ന് പറയുന്നത് ആ ഐഡിയയുടെ ജസ്റ്റ് കോപ്പി മാത്രമാണ്. ദ തിങ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് കോപ്പി, ദസ് ഇറ്റ്സ് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അതുകൊണ്ട് തന്നെ അത് റിയാലിറ്റിയിൽ നിന്നും ഒരു വട്ടം റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈസ് ദസ് ഇംപെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ ആ ഐഡിയയുടെ കോപ്പി ആയിട്ടുള്ള ഈ തിങ് എന്ന് പറയുന്നത് എന്താണ്? ഇംപെർഫെക്റ്റ് ആണ്. ദെൻ ഈ ഒരു ഐഡിയ ലിറ്ററേച്ചറിലോട്ട് അല്ലെങ്കിൽ ആർട്ടിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആർട്ട് എന്ന് പറയുന്നത് വെറും ആ കോപ്പിയുടെ ഒരു കോപ്പി മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിയാലിറ്റിയിൽ നിന്നും 2 തവണ റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട്. സോ ഇത് കൂടുതൽ ഇംപെർഫെക്റ്റ് ആണ് ആ ഫസ്റ്റ് കോപ്പിയേക്കാൾ. ലിറ്ററേച്ചർ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് വേർഡ്സിന്, പെയിൻറ്റിങ്സ് കളറിനെ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ പ്രതിമയൊക്കെ നിർമ്മിക്കാൻ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നു. സോ ഇവിടെ കോപ്പിയുടെ കോപ്പിയാണ് ഉണ്ടാക്കപ്പെടുന്നത്. ആൻഡ് ഈസ് ദസ് ഇറ്റ്സ് ട്വിസ്റ്റ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറഞ്ഞു തരാം. പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ആർട്ട് എന്ന് പറയുന്നത് നാച്ചുറിൽ നിന്നും ഇമിറ്റേറ്റീവ് ആക്കിയതാണ് എന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു പ്ലാറ്റോ ആർട്ട് ഈസ് ഇമിറ്റേറ്റീവ് ഇൻ നാച്ചർ. അതായത് ഒരു പെയിൻറ്റർ ഫ്ലവറിനെ ഇങ്ങനെ വരച്ചിട്ട് അതിനിങ്ങനെ പെയിൻറ്റ് കൊടുക്കുകയാണ്. സോ അദ്ദേഹം ആ നാച്ചുറിൽ നിന്നുമാണ് ആ ഫ്ലവറിനെ കണ്ടത്. സോ ഹി ഇമിറ്റേറ്റ്സ് എ ഫ്ലവർ ഫ്രം നാച്ചർ. ആ ഫ്ലവർ ഉണ്ടല്ലോ, ഏത് നമ്മുടെ പെയിൻറ്റർ പ്രകൃതിയിലോട്ട് നോക്കിയ സമയത്ത് കണ്ട ഫ്ലവർ, യെസ്, അതെന്തല്ല റിയൽ ആയിട്ടുള്ള ഫ്ലവർ അല്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? നമ്മുടെ പ്ലാറ്റോ പറയുന്നത്. ദ റിയൽ ഫ്ലവർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പ്ലാറ്റോ ഈസ് ദ ഐഡിയ ഓഫ് ഇറ്റ്. അതായത് നമ്മുടെ മൈൻഡിൽ വരുന്ന ആ ഫ്ലവർ എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് റിയൽ ആയിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത്. ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ആൻഡ് തിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഫിസിക്കൽ ഷേപ്പിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടാകുന്നു? ഐഡിയാസ് ഉണ്ടാകുന്നു. സോ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്ലവർ റിയാലിറ്റിയിൽ നിന്നും ഒരു തവണ റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ആ പെയിൻറ്റർ വരച്ച ഫ്ലവർ ഉണ്ടല്ലോ, അത് 2 തവണ റിയാലിറ്റിയിൽ നിന്നും റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, ആദ്യം നിങ്ങൾ ഫ്ലവർ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ കണ്ടില്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ടിനെ വിശദീകരിക്കാം. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കൊരു ഓംലെറ്റ് കഴിക്കണം എന്നുള്ളൊരു പൂതി വരികയാണ്. ആ പൂതി വന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അതാണ് ഐഡിയ.
അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. ദ ഐഡിയ ഓഫ് ഓംലെറ്റ് കംസ് ടു യുവർ മൈൻഡ്. ദെൻ അപ്പോൾ നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? മുട്ട, ഉള്ളി, പച്ചമുളക് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കിയെടുത്തു. ആ ഉണ്ടാക്കിയെടുത്ത ഫിസിക്കൽ ഷേപ്പിലോട്ട് മാറ്റി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഐഡിയയെ ആ ഫിസിക്കൽ ഷേപ്പിലോട്ട് മാറ്റിയതാണ് ആ ഐഡിയയുടെ ഫസ്റ്റത്തെ കോപ്പി എന്ന് പറയുന്നത്. അതാണ് തിങ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോപ്പി ഓഫ് യുവർ ഐഡിയ. ഇത് നിങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പൂതി, എങ്കിൽ പിന്നെ ഒരു ഓംലെറ്റ് ഇങ്ങനെ വരച്ചാലോ. അപ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് ഇങ്ങനെ വരച്ചു. അതെന്താണ്? ആദ്യത്തെ കോപ്പിയുടെ രണ്ടാമത്തെ കോപ്പിയാണ് നിങ്ങളുടെ ആ പേപ്പറിൽ കാണുന്ന ആ ആർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഡ്രോയിങ് എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് 2 തവണ റിയാലിറ്റിയിൽ നിന്നും റിമൂവ് ആക്കപ്പെട്ടു. അത് കോപ്പിയുടെ കോപ്പിയാണ്, അതൊരു ഇംപെർഫെക്റ്റ് കോപ്പിയാണ്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് ഒന്നുകൂടി നോക്കിക്കേ. ഐഡിയ, ആ ഫസ്റ്റ് കോപ്പിയാണ് തിങ്, അതിൻ്റെ കോപ്പിയുടെ കോപ്പിയാണ് ആർട്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മുടെ പ്ലാറ്റ് പറഞ്ഞു വരുന്നത് ഈ ആർട്സ് ജനങ്ങൾക്കും സൊസൈറ്റിക്കും ഡേഞ്ചറാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു പീസ് ഓഫ് പോയിട്രി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് വായിച്ചു നോക്കും. അല്ലെങ്കിൽ നമ്മളൊരു നല്ല രസമുള്ളൊരു പെയിൻറ്റിങ്സും കാണുകയാണെങ്കിൽ നമ്മൾ അതിനിങ്ങനെ നോക്കി നിൽക്കും. യെസ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് അത് ഈ ആർട്ടെന്ന് പറയുന്നത് ജനങ്ങൾ അതിലോട്ട് അട്രാക്റ്റഡ് ചെയ്യപ്പെടും. അത് ജനങ്ങൾക്കും സൊസൈറ്റിക്കും അതെന്താണ്? ഡേഞ്ചറാണ്. ഒരിക്കലും ആർട്ടിനെ ഒരു പ്ലെഷറിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കരുത്. അതെന്തിനാണ്? നമ്മുടെ സോഷ്യലായിട്ടുള്ള മോറൽസിന് വേണ്ടിയിട്ടാണ് ആർട്സിനെ യൂസ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഒന്നെങ്കിൽ അത് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ മോൾഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. ഇത് രണ്ടും ആർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റോയുടെ അഭിപ്രായം. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള തിയറി ഓഫ് ഐഡിയാസിൽ പറയുന്നുണ്ട്, ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാം ഒരു ഐഡിയയുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു പോയിറ്റിൻ്റെ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രിയേഷൻസ് ഇതൊക്കെ എന്ത് മാത്രമാണ്? ഒരു ഐഡിയയുടെ കോപ്പിയാണ്. ബീങ് വെർ കോപ്പീസ് ഓഫ് ഐഡിയൽ. ആ ഫ്ലോ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ അങ്ങനെ വരുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് ആ ഐഡിയ, അതാണല്ലോ ട്രൂത്ത്. എന്നാൽ ഈ പറയുന്ന ഈ തിങ്, ഈ ആർട്ടിസ്റ്റ് ചെയ്യുന്നത്, ഈ പോയിറ്റ്സ് ഇതൊക്കെ വാല്യൂലെസ് ആണ്. അത് ജനങ്ങളെ മിസ്ലീഡിങ് ആക്കും എന്നുള്ളതാണ് പ്ലാറ്റോ പറയുന്നത്. ഇനി കൊടുത്തിട്ടുള്ള സ്ലൈഡിലുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്ലാറ്റോ പോയിട്രിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ പ്ലാറ്റോക്ക് പോയിട്രി എന്നല്ല ഈ ഇമാജിനേറ്റീവ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടൊക്കെ അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല, മൂപ്പരിക്കില്ല. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വേർഷനാണ്. ദെൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവരെന്തല്ല റിയലല്ല, അവർ ജസ്റ്റ് ഇങ്ങനെ അഭിനയിക്കുന്നവരാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു റൈറ്റർ ജീവിതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങോട്ട് വിഴുങ്ങാൻ പറ്റില്ല. കാരണം അതൊക്കെ എന്താണ്? ഒരു അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വായിക്കൂ. ലിറ്ററേച്ചർ ഈസ് എ സെക്കൻഡ് ഹാൻഡ് വേർഷൻ ഓഫ് ലൈഫ്. റൈറ്റേഴ്സ് ആർ ഇംപേഴ്സണേറ്റേഴ്സ്. ദ എംഫസിസ് ഓൺ ദ അൺറിലയബിലിറ്റി ഓഫ് ദ റൈറ്റേഴ്സ് പ്രസൻറ്റേഷൻ ഓഫ് ലൈഫ്. ദെൻ പ്ലാറ്റോ പോയിട്രിയെ അറ്റാക്ക് ചെയ്യുന്നത് റിപ്പബ്ലിക്കിൽ ബുക്ക് 10 ഈ മിമിസിസ് എന്ന വേർഡിൻ്റെ മീനിങ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇമിറ്റേഷനാണ്. പോയിട്രി എന്ന് പറയുന്നത് 2 തവണ റിയാലിറ്റിയിൽ നിന്നും റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് പോർട്രേസ് ഇമേജസ് ദാറ്റ് ആർ ഫാർ റിമൂവ്ഡ് ഫ്രം ദ ട്രൂത്ത്. ഓക്കെ, ട്രൂത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഈ പോയിട്രി എന്ന് പറയുന്നത്. അതിൽ ഇമേജസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പോയിട്രിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പോയറ്റിക് ഇൻസ്പിറേഷൻ. Second one, the emotional appeal of poetry. And finally, its non-moral character. ഇനി നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തേത് പോയറ്റിക് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പോയറ്റിക് ഇമാജിനേഷൻ. നമ്മുടെ പ്ലാറ്റോ പറയുന്നത് ഈ പോയറ്റ് ഒരു കവിത എഴുതുന്ന സമയത്ത് ഒരുപാട് അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടൊന്നല്ല എഴുതുന്നത്, പക്ഷെ അദ്ദേഹം ഒന്ന് ഇൻസ്പയർ ആകുന്നു, അങ്ങനെ എഴുതുന്നു. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മുടെ കുബ്ലാ ഖാൻ എന്നൊരു പോയമുണ്ട്.
ST കോളറിഡ്ജ് എഴുതിയിട്ടുള്ള അദ്ദേഹം ഒരു ഓപ്പിയം അഡിക്റ്റഡാണ്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഓപ്പിയമൊക്കെ അടിച്ചിട്ട് ഒരു മയക്കത്തിലായി. ആ മയക്കത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. സോ അദ്ദേഹം ഉറക്കമുണർന്നതിന് ശേഷം ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് വേഗം എഴുതുന്നു. അല്ലാതെ അത് എഴുതുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം ചിന്തിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് അദ്ദേഹം ഹീ ഈസ് ഇൻസ്പയർഡ് ആൻഡ് ഹി റോട്ട് ദാറ്റ് പോയം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദ പോയറ്റ് writes a poem not because he thought for a long time but because he is inspired suddenly. അപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്നത് ഒരിക്കലും എന്താകണമെന്നില്ല, ട്രൂത്ത്ഫുൾ ആകണമെന്നില്ല, സത്യമാകണമെന്നില്ല. ദിസ് സഡ്നെസ് കനോട്ട് ബി ട്രൂത്ത്ഫുൾ. പോയിട്രി കണ്ടെയ്ൻസ് പ്രോഫൗണ്ട് ട്രൂത്ത്. പോയിട്രിയിൽ ഒരു കവിതയിൽ ട്രൂത്തൊക്കെ ഉണ്ടായേക്കാം, ബട്ട് പോയിട്രി ഫെയിൽസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ റീസൺ. അതിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന വിഷയത്തിൽ ഒരു കവി തോറ്റുപോകുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് എത്തിയത് ഇറ്റ് കനോട്ട് ടേക്ക് ദ പ്ലേസ് ഫിലോസഫി ആൻഡ് ഇറ്റ് കനോട്ട് മേക്ക് ബെറ്റർ സിറ്റീസ്. ഒരിക്കലും ഒരു പോയറ്റിന് ഒരു ബെറ്റർ സിറ്റിസൺ ആക്കാൻ പറ്റുന്നില്ല, ഒരു ഫിലോസഫിയുടെ പ്ലേസ് ഒരു കവിക്കും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്ലാറ്റോ ഒരു ഫിലോസഫർ ആണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ലിറ്ററേച്ചറിനെ താഴ്ത്തിയിട്ട് ഫിലോസഫിയാണ് വലുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ദ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്നുള്ളതാണ്. ഈ കവിത എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഓഫ് ഇൻസ്പിറേഷനാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇമോഷൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. റാദർ ദാൻ ദ റീസൺ, ദ ഹാർട്ട് റാദർ ദാൻ ദ ഇൻ്റലക്റ്റ്. നമ്മുടെ ലൈഫിനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്, സീൻസ് വെച്ചിട്ട്, സിറ്റുവേഷൻസ് വെച്ചിട്ട് അത് നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ ഇമോഷൻസിനെ അതിങ്ങനെ പുറത്തേക്ക് വരുത്തുകയും നമ്മുടെ ഉള്ളിലെ റീസൺ, ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളതിനെ ഒരു പ്രിസണറായിട്ട് അവിടെ ഒതുക്കി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പ്ലാറ്റോ ഇതിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ട്രാജിക് പോയട്രിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു സമയത്ത് ആളുകൾ ഈ ഒരു കവിത കേൾക്കുമ്പോൾ കരയത്രേ. ഞാൻ നിങ്ങൾക്കൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങൾ ആകാശദൂത് ഫിലിം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫിലിം നമുക്കറിയാം അത് ജസ്റ്റ് ഫിലിം മാത്രമാണ് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ആ ഫിലിം കാണുമ്പോൾ നമ്മളറിയാതെ നമുക്ക് കരച്ചിൽ വരും. സോ ഈ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ അതങ്ങോട്ട് പൊടി തട്ടി ഓവറായിട്ട് ഇങ്ങോട്ട് വരുത്തിക്കുകയാണ് അല്ലേ. നമുക്കറിയാം, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ, ഇതൊരു ഫിലിം മാത്രമാണ്, ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും യെസ്, അപ്പോൾ ഇതുപോലെയുള്ള ആർട്ടുകൾ നമ്മുടെ ഇമോഷൻസിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിലൊരു ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം പ്ലാറ്റോ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് if we let our own sense of pity grow strong by feeding upon the grief of others, it is not easy to restrain it in the case of our own suffering. അതായത് മറ്റുള്ളവരുടെ സങ്കടം കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഒരു പിറ്റി ഉണ്ടല്ലോ, അതിനിങ്ങനെ കൂടുതലായി വളർത്തിയാൽ നമുക്ക് ചെറിയ ചെറിയ ഇടങ്ങാറുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അക്കോർഡിംഗ് ടു പ്ലാറ്റോ, poetry feeds and waters the passions and let them rule us instead of us ruling them. ഈ കവിത നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഇങ്ങോട്ട് കുത്തി നിറക്കും. എന്നിട്ട് നമ്മുടെ ഇമോഷൻസ് നമ്മളെ നിയന്ത്രിക്കുക. ഓക്കെ, നമ്മളാണ് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കേണ്ടത്. പകരം ഈ കവിത ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നമ്മുടെ ഇമോഷൻസ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. Only when we rule out passions can we bring happiness and virtue to mankind. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സമയമാണെങ്കിൽ മാത്രമേ നമുക്കത് സന്തോഷം കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വല്ലാണ്ട് കണ്ട് കരഞ്ഞു പോകും, വല്ലാണ്ട് കണ്ട് തളർന്നു പോകും. ഇതത്ര നല്ലതല്ല ആർക്ക്? മാൻകൈൻഡിന്. അതേ പറയുന്നുള്ളൂ. ഇമോഷൻസ് ആർ ടെമ്പററി ആൻഡ് ദേ കനോട്ട് ബി സേഫ് ഗൈഡ്സ് ടു മെൻ. ആൻഡ് ഫൈനലി, തേർഡ് വൺ, it's not moral character. It treats both virtue and vice alike. It does not teach moral to the readers. It corrupts human beings. പിന്നീട് നമ്മുടെ പ്ലാറ്റോ പറയാണ്, പോയട്രി അതിൻ്റെ ഒരു മൊറാലിറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. പ്ലാറ്റോ കണ്ടംസ് പോയട്രി ഫോർ ഇറ്റ്സ് ലാക്ക് ഓഫ് കൺസേൺ ഫോർ മൊറാലിറ്റി. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലൈഫിൽ, ജീവിതത്തെ പരാമർശിക്കുന്ന സമയത്ത് ഈ പോയട്രി ട്രീറ്റ് ചെയ്യുന്നു വെർച്യൂസ് ആൻഡ് വെയ്സസ്, അതായത് നന്മയും തിന്മയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ തിന്മ നന്മയേക്കാൾ ഒരുപടി മുന്നിലായിട്ട് കാണിക്കുന്നുണ്ട്.
സോ വിത്തൗട്ട് ഹാവിങ് എനി മോറൽ കൺസിഡറേഷൻ ആണ് പോയിട്രിയിൽ കാണിക്കുന്നത്. നമ്മുടെ പോയിട്രിയെ കുറിച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട് പ്ലാറ്റോ. ഹോമറിൻ്റെ എപ്പിക്സിൽ, അതുപോലെ തന്നെ ഹിസിയോഡിൻ്റെ നെറേറ്റീവ് വേഴ്സസിൽ, പിൻഡറിൻ്റെ ഓഡ്സുകളിൽ, നമ്മുടെ സോഫക്ലീസ്, യൂറിപ്പിഡ്സ് ഇവരുടെയൊക്കെ ട്രാജഡീസിലൊക്കെ നന്മ ദുഃഖത്തിൽ ചെന്നാണ് അവസാനിക്കുന്നത്. Then in Republic, Plato said that they give us to understand that many evil lives are happy and many righteous men unhappy. അതായത് തിന്മകളൊക്കെ ചെയ്ത് ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ നല്ല സുഖമുള്ള ജീവിതം, എന്നാൽ ലൈഫിൽ നല്ല രീതിയിൽ തുടർന്ന് പോകുന്ന മനുഷ്യർക്ക് എപ്പോഴും അൺഹാപ്പി ആയിട്ടുള്ള ജീവിതവും. ദേ ഓൾസോ ടീച്ച് ദാറ്റ് റോങ് ഡൂയിങ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താണ് പോയിട്രി നമ്മളെ പഠിപ്പിക്കുന്നത്? ചീത്ത കാര്യങ്ങൾ ചെയ്യാനല്ലേ. ഇപ്പോൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതെന്താണ്, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇതാണ് നമ്മുടെ പോയിട്രി പഠിപ്പിക്കുന്നത് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഹോണസ്റ്റ് ഡീലിംഗ് മേ ബി ഗുഡ് ടു ദി നെയ്ബർ ബട്ട് ഡാമേജിങ് ടു വൺ സെൽഫ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് ഉപകാരം ഉണ്ടാവില്ല, നമ്മളത് ഡാമേജ് വരുത്തുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ നെയ്ബർക്ക് ചിലപ്പോൾ അത് ഉപകാരം ഉണ്ടാകും. ദെയർ പോർട്രേറ്റ്സ് ഓഫ് ഗോഡ്സ് ആൻഡ് ഹീറോസ് ആർ ഈക്വലി ഒഫെൻസീവ്. അവർ ദൈവങ്ങളെ അല്ലെങ്കിൽ ഹീറോസിനെയൊക്കെ കാണിച്ചിട്ടുള്ളത് ഒരു ബാഡായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ദൈവങ്ങളെന്ന് പറയുന്നത് അൺജസ്റ്റ് അല്ലെങ്കിൽ റിവെഞ്ച്ഫുള്ളായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ഹീറോസ് എന്ന് പറയുമ്പോൾ ഒരു അൺകൺട്രോളബിൾ ആയിട്ടാണ് അവരുടെ ഇമോഷൻസിനൊക്കെ കാണിച്ചിട്ടുള്ളത്. അതായത് പ്രൈഡ്, ആങ്കർ, ഗ്രീഫ് ഇതിനൊക്കെ അൺകൺട്രോളബിളായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ലിറ്ററേച്ചർ കറപ്റ്റഡ് ബോത്ത് ദ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്. അതായത് ഒരുപാട് ലിറ്ററേച്ചർ, പോയിട്രി ആകട്ടെ, ഡ്രാമ ആകട്ടെ, അങ്ങനെയെല്ലാം നമ്മുടെ സിറ്റിസൺ വ്യക്തികളെയും സ്റ്റേറ്റിനെയും അത്ര നല്ല രീതിയിലല്ല, അതൊരു മോശമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്ലാറ്റോ പോയിട്രിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, പോയറ്റിക് ഇൻസ്പിറേഷൻ. അതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പോയട്രി എഴുതുന്ന സമയത്ത് പോയറ്റ് ഒരിക്കലും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, പെട്ടെന്ന് വന്നൊരു ഇൻസ്പിറേഷനിൽ എഴുതുകയാണ്. ദ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി. ഒരു പോയട്രിക്ക് മനുഷ്യൻ്റെ ഓവറായിട്ടുള്ള ഇമോഷൻസും എടുക്കാൻ കഴിയും. അത് നമ്മുടെ ഹൃദയങ്ങളെയാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസിനെയാണ്, റാദർ ദാൻ ദ റീസൺ. ആൻഡ് ഇറ്റ് ഈസ് നോൺ മോറൽ ക്യാരക്ടർ. അതായത് ഇവിടെ മൊറാലിറ്റിക്ക് അത്രയൊരു കൺസിഡറേഷൻ ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം അറ്റാക്ക് ഓൺ പോയട്രി എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ പ്ലാറ്റോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയട്രിയെ വിളിക്കാണ് മദർ ഓഫ് ലൈസ്, കളവുകളുടെ അമ്മ എന്നുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി ഷുഡ് ബി ബാൻഡ് ഫ്രം ദി സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്നും നിർബന്ധമായിട്ടും പോയട്രി എന്ത് ചെയ്യണം? ബാൻ ചെയ്യണം, ഇല്ലാതാക്കണം. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പ്ലാറ്റോ എന്ന് പറയുന്നത് ഒരു ഫിലോസഫറായിരുന്നു. അദ്ദേഹം എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ പോയട്രി ആകട്ടെ, ആർട്ടാകട്ടെ, അതൊക്കെ പറയുമ്പോൾ 2 കാര്യങ്ങൾ തമ്മിലാണ് പറയുന്നത്. ഒന്ന് ഇമോഷൻസ്, 2 റാഷണൽ. ഇവിടെ റാഷണൽ അല്ലെങ്കിൽ റീസൺ, ലോജിക് എന്നത് കൊണ്ടൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫിലോസഫിയാണ്. ഒരിക്കലും ഫിലോസഫിയുടെ മേലിൽ ആർക്ക് നിൽക്കാൻ പറ്റില്ല, പോയട്രിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റോ പറയുന്നത്. There is an old quarrel between philosophy and poetry. അക്കോർഡിംഗ് ടു പ്ലാറ്റോ, ദ ഫങ്ഷൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് നമുക്കത് വായിക്കുമ്പോൾ ജസ്റ്റ് എസ്തറ്റിക് പ്ലഷർ മാത്രമല്ല ഉണ്ടാകുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മോറൽസ് ആയിട്ട് നമുക്ക് കിട്ടണം. ഇറ്റ് ഷുഡ് ടീച്ച് സം മോറൽസ്. ത്രൂ പോയട്രി നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആസ് എ സൊസൈറ്റി എന്നുള്ള നിലക്ക് നമുക്കൊരു ഗ്രോത്തിനുള്ളൊരു നോളജ് അതിലുണ്ടായിരിക്കണം. ഈ പോയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഗുഡ് ടീച്ചർ ആയിരിക്കണം. പ്ലാറ്റോ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പോയിട്രിയുടെ എസെൻസ് എന്ന് പറയുന്നത് അതിൽ സത്യസന്ധതയാണ്, ട്രൂത്താണ്. എ പോയിറ്റ് ഇസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ഓൺലി ഇൻ സോ ഫാർ ആസ് ഹി ഇസ് എ ഗുഡ് ടീച്ചർ. ഓക്കെ, ഒരു പോയിറ്റ് ഒരു ഗുഡ് ആർട്ടിസ്റ്റ് ആകുന്നത് എപ്പോൾ മാത്രമാണ്? അദ്ദേഹം നല്ലൊരു ഗുഡ് ടീച്ചർ ആകുമ്പോൾ മാത്രമാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ് ടീച്ചറാണ് പോയിട്രി എങ്കിൽ മാത്രമേ ആ ഒരു പോയിട്രിയിൽ എന്തുണ്ടാവുകയുള്ളൂ? നോളേജ് അല്ലെങ്കിൽ മോറൽസ് ഒക്കെ അതിൽ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എ ഗുഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ടീച്ചറാണ്. പോയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത് ഈസ് ദ ഐഡിയൽ ഫോം ഓഫ് ജസ്റ്റിസ്, ഗുഡ്നസ്, ബ്യൂട്ടി എക്സെട്ര, ബിക്കോസ് ഇറ്റ് ക്യാൻ മേക്ക് എ യങ് പേഴ്സൺ ആസ് എ ഗുഡ് പേഴ്സൺ. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ പ്ലാറ്റോയുടെ വ്യൂസ് ഓൺ ഡ്രാമയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെ കുറിച്ചിട്ടാണ്.
നമ്മുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡ്രമാറ്റിക് റൈറ്റിങ്ങിനെ അദ്ദേഹം കാണുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് പോയിട്രി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ പോയിട്രിക്ക് അപ്ലൈ ചെയ്തിട്ടല്ല അദ്ദേഹത്തിൻ്റെ പോയിട്രിയുടെ ഒബ്സർവേഷൻസ് എല്ലാം ഡ്രാമക്കും അപ്ലൈ ചെയ്യാം. ദ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഡ്രാമ ആർ ഓൾസോ റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഡ്രാമയിൽ നമ്മൾ കാണുന്നതെല്ലാം തന്നെ റിയാലിറ്റിയിൽ നിന്നും സത്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അവയും എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? ഇൻസ്പിറേഷൻ്റെ പ്രൊഡക്റ്റാണ്. അവ നമ്മുടെ ഇമോഷൻസിന് അപ്പീൽ ചെയ്യുന്നു, അതായത് അങ്ങനെ ഉണർത്തുന്നു. അതുപോലെ തന്നെ മൊറാലിറ്റിയിൽ നിന്നും അത് അൺകൺസേൺഡ് ആണ്. സന്മാർഗതയെ പറ്റിയൊന്നും ഡ്രാമ ചിന്തിക്കുന്നില്ല. ഇതുകൂടാതെ നമ്മുടെ പ്ലാറ്റോ കുറച്ചുകൂടി കാര്യങ്ങൾ ഡ്രാമയെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതായിട്ട് വരുന്നത് ഇറ്റ്സ് അപ്പീൽ ടു ബേസ് ഓഫ് ഇൻസ്റ്റിങ്സ് എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ഡീപ്പായിട്ട് കിടക്കുന്ന വികാരങ്ങൾ അത് ഉണർത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഡ്രാമ സ്റ്റേജിലാണല്ലോ കാണിക്കുന്നത്. അതിൻ്റെ അത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ അതിൻ്റെ അപ്രൂവൽ ഡിസപ്രൂവലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൺ ദ ഓഡിയൻസ്. അത് കാണുന്ന ആളുകളെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വന്നിട്ടുള്ള ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രമാറ്റിസ്റ്റ് കുറച്ച് ചീപ്പായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് തർക്കങ്ങൾ, കോറൽസ്, ലാമൻറ്റേഷൻ, ദുഃഖങ്ങൾ, തണ്ടർ ആൻഡ് സൗണ്ട് ഓഫ് അനിമൽസ് ഒക്കെ. ഈ ടെക്നിക്സൊക്കെ നമ്മുടെ നോർമൽ ലൈഫിൽ കുറച്ച് ഷെയിമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സച്ച് പ്ലേസ് ഷുഡ് ബി സെൻസേർഡ് എന്നാണ്. പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ഇത്തരം ഡ്രാമകൾ പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തേതായിട്ട് എഫക്റ്റ് ഓഫ് ഇമ്പേഴ്സണേഷൻ എന്നാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഡ്രാമ കാണുന്നത് മൂലം എങ്ങനെയാണ് അത് ഓഡിയൻസിനെ ഇമോഷൻസിനെ ബാധിക്കുന്നത് എന്നാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതിലെ ആക്ടേഴ്സിനെ എത്രത്തോളമാണ് ഡ്രാമ എഫക്റ്റ് ചെയ്യുന്നത്. അത് ബോത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ഇപ്പോൾ എവിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു റോൾസ് റിപ്പീറ്റായിട്ട് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ക്രിമിനൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രങ്കാർഡ്സ് ആയിട്ടോ അങ്ങനെ എന്തുമായിക്കോട്ടെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഒരു സ്വഭാവ സവിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഓൺ നാച്ചുറൽ റിയൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. സോ അത് വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ചും പറയാം, ഒരു വ്യക്തി നല്ല റോളുകളായിട്ടുള്ള കറേജ്, വിസ്ഡം, വെർച്യു, നന്മകൾ നല്ലൊരു വ്യക്തിയായിട്ട് റോൾ ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അതും ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അത് നല്ലതാണെങ്കിൽ മറ്റേത് നേരെ തിരിച്ചിട്ടാണല്ലോ. സോ അത് ഒരു അപകടമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദ ട്രാജഡീസ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ബെസ്റ്റ് ആൻഡ് നോബ്ലെസ്റ്റ് ഇൻ ലൈഫ് ആർ ഓഫ് പോസിറ്റീവ് ബെനിഫിറ്റ് ടു ദ കമ്മ്യൂണിറ്റി. അതായത് ഏറ്റവും നല്ല രീതിയിൽ നല്ല റോളുകൾ ട്രാജഡികളിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതെന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പോസിറ്റീവ് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത്തത് ട്രാജിക് ആൻഡ് കോമിക് പ്ലെഷർ എന്നുള്ളതാണ്. ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ട്രാജഡി, കോമഡിയൊക്കെ കാണുന്നത്? തീർച്ചയായിട്ടും അത് എൻ്റർടൈൻമെൻറ്റ്, ഒരു പ്ലെഷർ, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ വാട്ട് ഈസ് ഇറ്റ് ഇൻ എ പെയിൻഫുൾ സീൻ ദാറ്റ് കോസസ് പ്ലെഷർ? ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സീൻ കാണുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഹാപ്പിനെസ് ആണ്, എന്ത് തരത്തിലുള്ള പ്ലെഷറാണ് ഈ ഓഡിയൻസിന് ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഈ മനുഷ്യർ വ്യത്യസ്ത രീതിയിലുള്ള ഫീലിങ്സ് കൂടിക്കലർന്നതാണ്. ലൈക്ക് ആങ്കർ, എൻവി, ഫിയർ, ഗ്രീഫ് ആൻഡ് എക്സെട്ര ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വരുമ്പോൾ അത് പെയിൻഫുൾ ആണെങ്കിൽ നമ്മളൊരു സ്റ്റേജിൽ കാണുന്ന സമയത്ത് ദേ ഗിവ് പ്ലെഷർ. നമ്മളിത് മനസ്സിലാക്കണം. പലപ്പോഴും ഒരാൾ ദേഷ്യപ്പെടുകയും ഒരാൾ കരയുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക്, അതായത് ഈ കാണുന്ന വ്യക്തികൾക്ക് ഒരു സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് ട്രാജഡിയുടെ കേസ്. ഇനി കോമഡിക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കോമഡി കാണുമ്പോൾ എന്താണ്, നമ്മൾ നന്നായിട്ട് ചിരിപ്പിക്കും, നമുക്ക് നന്നായിട്ട് സന്തോഷം തരുന്നുണ്ട്. പക്ഷെ അതെപ്പോഴാണ്? യെസ്, ഒരു എന്താ പറയുക, ഒരു കവേർഡായിട്ടുള്ള, ഒരു ഭീരുവായിട്ടുള്ള ഒരു വ്യക്തി ധൈര്യശാലിയായിട്ട് ആക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫൂളായിട്ടുള്ള ഒരു വ്യക്തി ഭയങ്കര ബുദ്ധിമാനായിട്ട്, വൈസ്മാനായിട്ട് ഇങ്ങനെ നടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചീറ്റോ, ഒരു ചതിയന് ഒരു ഭയങ്കര ഓണസ്റ്റ്, ഒരു സത്യവാനായിട്ട് ഇങ്ങനെ വേഷമിടുമ്പോഴൊക്കെ നമുക്ക് ചിരി വരുന്നുണ്ടോ? ഉണ്ട്. ഇനി ഈ ചിരിയുടെ കാരണം എന്താണെന്നാണ് പറയുന്നത്. The source of laughter is the incompatibility between what he really is and what he pretends to be. അതായത് ഈ ചിരിയുടെ കാരണം അയാളുടെ റിയൽ ആയിട്ടുള്ള ഫേസും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം അഭിനയിക്കുന്നത്, ഇവ രണ്ടും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ്, അല്ലെങ്കിൽ ഒരു ക്ലാഷാണ്.
അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതെന്താണ്, അത്ര നല്ലതല്ല, ചീത്തയാണ്. കാരണം മറ്റൊരാളുടെ വീക്ക്നെസ്സിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മുടെ പ്ലാറ്റോ ഇവിടെ പറഞ്ഞു നിർത്തുന്നത് എ കോമിക് ക്യാരക്ടർ മസ്റ്റ് ബി ലവബിൾ എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടി പറയട്ടെ. ഹി വാസ് ദ ഫസ്റ്റ് ഇൻ സെയിങ് ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ആർട്ട്. Firstly, there are the fine arts like literature, painting, sculpture and music which are for pleasure. Secondly, there are the useful arts like medicine, agriculture, cookery, etc. that cooperate with nature. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാറ്റോയെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.